നീ ആ ഫോട്ടോ എനിക്കൊന്ന് അയച്ചേ, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ നീലിമയുടെയും സൂര്യയുടെയും ഫോട്ടോയെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമായി മനസ്സിലായിട്ടും ഹേമന്ത് അറിയാത്ത മട്ടിൽ ചോദിച്ചു. ഏത് ഫോട്ടോ സിദ്ധു? ഹേമന്ത് തന്നെ കളിയാക്കുന്നതാണെന്ന് സിദ്ധാർത്ഥിനും മനസ്സിലായിരുന്നു. പക്ഷേ ആ ഫോട്ടോ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാൻ വരെ സാധിക്കില്ല. സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു, നീ നീലിമയുടെ ഫോട്ടോ കാണിച്ചില്ലേ, അത് അയക്കാൻ. സിദ്ധാർത്ഥ് ആവർത്തിച്ചു. ഓ അതോ, അയക്കാം. ഹേമന്ത് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിനക്കല്ലേ ഞാനത് കാണിച്ചപ്പോ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞേ, ഇപ്പൊ എന്താ വീണ്ടും കാണാൻ തോന്നുന്നുണ്ടോ? ഹേമന്ത് ചോദിച്ചു. നീ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട, എനിക്ക് വേറൊരു ആവശ്യത്തിനാണ്, അയക്ക് വേഗം, സിദ്ധാർത്ഥ് പറഞ്ഞു. ഭാര്യയോടൊപ്പോ സ്നേഹമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് കാണിക്കുന്നതല്ലേ? ഹേമന്ത് വീണ്ടും കളിയായി ചോദിച്ചു. ഹേമന്ത് നിർത്ത്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ഒന്ന് അയക്കുന്നുണ്ടോ, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്റെ പൊന്നോ, അയച്ചേക്കാം. നിന്നെ ആ പെണ്ണ് എങ്ങനെ സഹിക്കുന്നു ആവോ? ഹേമന്ത് പറഞ്ഞു. സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥിനെ കൂടുതൽ കളിയാക്കിയാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലെന്ന് ചിന്തിച്ചതുകൊണ്ട് ഹേമന്ത് ഉടനെ ഫോൺ വെച്ചു. അവന് ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. സിദ്ധാർത്ഥ് ഫോട്ടോ തുറന്ന് സൂം ചെയ്ത് നോക്കി. അത് എഡിറ്റ് ചെയ്ത ഫോട്ടോ തന്നെയാണെന്നവന് അപ്പോൾ ബോധ്യമായി. അവൻ ആശ്വാസത്തോടെ നീലിമയെ ഓർത്തു. അല്ല, ഇനി അവളെങ്ങാനും മനസ്സിലാക്കി കാണുവോ സൂര്യക്കൊപ്പം ഫോട്ടോ എടുത്തത് ഇഷ്ടമായില്ലെന്ന്? ഛേ, വേണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തു ചെയ്യും? സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു. ആകെ ചമ്മിയ പോലെ അവൻ ചിരിച്ചു. സിദ്ധാർത്ഥിന് ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വന്നു. സോറി എന്നായിരുന്നു അത്. ഇയാൾക്ക് 100 ആയുസാണല്ലോ. എത്രയൊക്കെ കലിപ്പ് കാണിച്ചാലും ഉള്ളു ശുദ്ധമാണെന്ന് മല്ലികാമ്മ പറയാറുള്ളത് വെറുതെ അല്ല. നീലിമ പുഞ്ചിരിയോടെ ഓർത്തു. നീലിമ ഫോൺ മാറ്റിവെച്ച ശേഷം ജോലികളിൽ മുഴുകി. അപ്പോൾ അവളുടെ ക്യാബിനിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു. 20-നടുത്തെ പ്രായമുണ്ടാവും. ട്രഡീഷണൽ വേഷത്തിൽ നല്ല സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി. നീലിമ ആളെ മനസ്സിലാവാത്ത പോലെ നോക്കി. മാഡം, ഞാൻ പ്രിയങ്ക. രാവിലെ വിളിച്ചിരുന്നു. അസിസ്റ്റന്റ് വേക്കൻസിയുടെ കാര്യം അന്വേഷിച്ച്. പ്രിയങ്ക സ്വയം പരിചയപ്പെടുത്തി. നീലിമയുടെ മുഖം അത് കേട്ട് തെളിഞ്ഞു. ഓ യെസ്, ഓർക്കുന്നുണ്ട്, വരൂ, നീലിമ പറഞ്ഞു. പ്രിയങ്ക പുഞ്ചിരിച്ചുകൊണ്ട് ക്യാബിനിൽ കയറി ചെന്നു. നീലിമ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മുന്നിലെ ചെയറിൽ പ്രിയങ്ക ചെന്നിരുന്നു. നീലിമ അവളുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി സിവിയും സർട്ടിഫിക്കറ്റുകളും പരിശോധിച്ചു നോക്കി. ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? നീലിമ ചോദിച്ചു. അതെ മാഡം, പ്രിയങ്ക പറഞ്ഞു. നീലിമ അവളുടെ സിവി ചെക്ക് ചെയ്തു നോക്കി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പ്രിയങ്ക, തന്റെ സിവിയൊക്കെ കൊള്ളാം. എനിക്ക് അധികം ചോദ്യങ്ങളൊന്നുമില്ല. HR-ഉമായി ഒരു ഇന്റർവ്യൂ കൂടി കാണും. അത് കഴിഞ്ഞാലേ ഫൈനലൈസ് ചെയ്യൂ കേട്ടോ, നീലിമ ആധികാരികമായി പറഞ്ഞു. ശരി മാഡം, പ്രിയങ്ക തലയാട്ടി. പ്രിയങ്ക, ഈ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണല്ലോ വന്നത് അല്ലേ? ടീമിൽ സെലക്ട് ആയാൽ ഇവിടെ അധികവും മോഡൽസിന് അസിസ്റ്റന്റ് ചെയ്യാനൊക്കെയുള്ള ജോലിയെ കാണും. പക്ഷേ അതത്ര എളുപ്പവുമായിരിക്കില്ല. സൂര്യ എന്നൊരു മോഡലുണ്ട് നമ്മുടെ ടീമിൽ. അവന്റെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പ്രിയങ്ക ശ്രദ്ധിക്കണം. CV കണ്ടാൽ HR ഇംപ്രസ് ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ജോബ് റോളിനെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തരുന്നത്, നീലിമ വ്യക്തമാക്കി. അത് കേട്ട് പ്രിയങ്കയുടെ മുഖം തെളിഞ്ഞു. തന്നെയായിരുന്നു സൂര്യ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, നീലിമ സൂര്യയെ നോക്കി പറഞ്ഞു. സൂര്യ അപ്പോൾ പ്രിയങ്കയെ നോക്കി. ഹായ് എന്ന് പറഞ്ഞു. അവന്റെ മുഖം മാറിയത് നീലിമ ശ്രദ്ധിച്ചിരുന്നു. ഹായ് സർ, പ്രിയങ്കയും അമ്പരപ്പ് മറച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി സൂര്യ, ഞാൻ പ്രിയങ്കയുടെ ഇന്റർവ്യൂ സെറ്റ് ചെയ്തിട്ട് വരാം. നീലിമ അതും പറഞ്ഞിട്ട് മുന്നോട്ട് പോയി. പ്രിയങ്കയെ HR-ന്റെ അടുക്കൽ ഏൽപ്പിച്ച ശേഷം നീലിമ തിരികെ സൂര്യയുടെ അടുത്തേക്ക് വന്നു. സൂര്യ എന്തോ ആലോചനയിലായിരുന്നു. അവന്റെ മുഖം ശ്രദ്ധിച്ച നീലിമ ചോദിച്ചു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നീലിമ ചോദിച്ചത് കേട്ട സൂര്യ മിണ്ടാതെ അവൾ ഒരു നിമിഷം നോക്കി. അവൻ എന്തോ ആലോചിക്കുകയാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. നീ പറ, എന്താ കാര്യം? ഒന്നുമില്ല മാഡം, സൂര്യ പറഞ്ഞു. പക്ഷെ അവൻ എന്തോ തന്നോട് മറയ്ക്കുന്നത് പോലെ നീലിമയ്ക്ക് തോന്നിയിരുന്നു. അവനെ കൂടുതൽ നിർബന്ധിച്ച് ആ കാര്യം അറിയാൻ അവൾ ആഗ്രഹിച്ചില്ല. സൂര്യ പിന്നീട് അവന്റെ ജോലികളിൽ മുഴുകി. നീലിമ അവളുടെ ക്യാബിനിലേക്കും പോയി. ജോലികൾ ഒതുങ്ങിയ ശേഷം നീലിമ ക്യാബിൻ വിട്ട് പുറത്തേക്കിറങ്ങി. പ്രിയങ്കയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു കാണുമെന്നും അവൾ പോയി കാണുമെന്നും നീലിമയ്ക്ക് തോന്നി. അതിന്റെ അപ്ഡേറ്റ് അറിയാനും കൂടിയായിരുന്നു നീലിമ ക്യാബിൻ വിട്ടിറങ്ങിയത്. അപ്പോൾ എതിരെ സാം അലക്സ് വരുന്നുണ്ടായിരുന്നു. നീലിമയെ കണ്ടപാടെ അയാൾ തന്റെ കയ്യിലിരുന്ന ഫയൽ മറച്ചു കളഞ്ഞു. അതൊരു ആഡ് ബ്രാൻഡിന്റെ നെയിമിലുള്ള ഫയലായിരുന്നു. നീലിമ സംശയത്തോടെ അവനെ നോക്കി. സാം അലക്സ് ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോവാനുള്ള തിരക്കിലായിരുന്നു. അല്ല സാം അലക്സ്, നിങ്ങളെ കണ്ടിട്ട് കുറെ ദിവസമായ പോലെ ഉണ്ടല്ലോ, നാട്ടിലില്ലായിരുന്നോ? നീലിമ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായ സാം അലക്സ് തിരികെ ഒന്നും പറയാതെ അവളെ നോക്കി.
എവിടെ പോയി നിന്റെ ബോസ് കിരൺ? നാട് വിട്ടോ? സ്റ്റേഷനിലൊക്കെ ആയിരുന്നെന്ന് കേട്ടല്ലോ. നീലിമ പറഞ്ഞു. സത്യത്തിൽ കിരണും സാമും വീണ്ടും തനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെന്ന് അവൾക്കുള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. അത് അവർ തിരിച്ചറിയാതിരിക്കാനാണ് നീലിമ സാം അലക്സിനോട് അത്രയും ധൈര്യത്തോടെ സംസാരിച്ചത്. സാം അലക്സ് വഴി അത് കിരൺ അറിയുമെന്ന് അവൾക്കറിയാം. തനിക്ക് പിന്നിൽ അധികാരവും സ്വാധീനവുമുള്ള ആരോ ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു നീലിമയുടെ സംസാരം. അത് സാം അലക്സ് പ്രതീക്ഷിച്ചില്ല. അവൾ ഭയന്ന് വിറച്ചാവും മുന്നിൽ വരിക എന്നായിരുന്നു അയാളുടെ വിചാരം. നീലിമ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്ര ധൈര്യമായി സംസാരിക്കണമെന്നുണ്ടേൽ അവൾക്ക് പിന്നിൽ കിരൺ പറഞ്ഞ പോലെ ആരോ ഉണ്ടെന്ന് അവൻ അപ്പോൾ തോന്നി. ആരെ കണ്ടിട്ടാടി നീ നെഗളിക്കുന്നത്? സാം അലക്സ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്തായാലും നിന്നെപ്പോലെ വല്ലവരെയും കണ്ട് നെഗളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല മിസ്റ്റർ സാം അലക്സ്, നീലിമ പറഞ്ഞു. സാം അലക്സിന് തന്റെ മുഖത്ത് അടി കിട്ടിയ പോലെയാണ് അവളത് പറഞ്ഞപ്പോൾ തോന്നിയത്. നീലിമ അവനെ തന്നെ രൂക്ഷമായി നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ കളിച്ച ചീപ്പ് ഷോയൊക്കെ നന്നായി എനിക്കറിയാം. നിന്നെയും കേസിൽ പെടുത്താൻ അറിയാഞ്ഞിട്ടല്ല. നിന്റെ ബോസില്ലേ ആ കിരൺ, അവനും നീയും ഒരു ടീമാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. നീ കലക്കി തന്ന ഡ്രിങ്ക് കുടിച്ചിട്ടാ ബോധം പോയതെന്നും മനസ്സിലായതാണ്. നിന്നെയൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്കുള്ളത് വഴിയേ വരുന്നുണ്ട്. ഓഫീസിൽ ഞാൻ ഈ കാര്യം പരസ്യമാക്കിയാലുണ്ടല്ലോ, നിന്ന് നാറും താൻ. എന്റെ മുന്നിന്ന് പോടോ, നീലിമ അരിശത്തോടെ പറഞ്ഞു. സാം അലക്സ് അവളെ രൂക്ഷമായി നോക്കിയ ശേഷം അവിടെ നിന്നും പോയി. അവന്റെ ഉള്ളിൽ അവളോടുള്ള പക പിന്നെയും കൂടി. നീലിമ അപ്പോൾ അവന്റെ കയ്യിലുള്ള ഫയലിന്റെ കാര്യമായിരുന്നു ചിന്തിച്ചത്. അതിൽ പ്രമുഖ കോസ്മെറ്റിക് ബ്രാൻഡിന്റെ പേരും ധ്യാനിന്റെ ഫോട്ടോയും അവൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കി. സാം അലക്സ് എന്തിനാണ് തന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിച്ചത് എന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. അവൾ ഉടനെ ഫോൺ എടുത്ത് ആ ബ്രാൻഡിന്റെ പേര് സെർച്ച് ചെയ്തു. ആ കോസ്മെറ്റിക് ബ്രാൻഡ് പുതിയൊരു മോഡലിനെ തേടുന്നുണ്ട് എന്നൊരു പരസ്യം അവരുടെ വെബ്സൈറ്റിൽ ഫീച്ചർ ചെയ്തിരുന്നു. അതിലേക്ക് ധ്യാനിനെ അയക്കാനാണ് സാം അലക്സ് ശ്രമിക്കുന്നത്. ആ അവസരം ധ്യാനിനെ പോലെ ഒന്നിനും കൊള്ളാത്തൊരുത്തിന് കിട്ടിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് സൂര്യയ്ക്ക് കിട്ടണം. സാം അലക്സിന്റെ ടീം നേരിട്ട് ഇടപെട്ടതുകൊണ്ട് സൂര്യയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ആ കമ്പനി ഇങ്ങോട്ട് വന്ന് സൂര്യയോട് അവരുടെ മോഡൽ ആവാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതിനെന്താണ് വഴിയെന്ന് നീലിമ ചിന്തിച്ചു നോക്കി. ആ കമ്പനി മേക്കപ്പ് ഇല്ലാതെയുള്ള ഫോട്ടോസ് അയച്ചു തരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് അവസരമെന്ന് ഫീച്ചർ ചെയ്തിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നി. നീലിമ വേഗം വെബ്സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തു. എന്നിട്ട് സൂര്യയെ കാണാൻ ഓടി. നീലിമ കിതച്ചുകൊണ്ട് വരുന്നത് കണ്ട സൂര്യ അവളെ നോക്കി. എന്തുപറ്റി മാഡം? സൂര്യ ചോദിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.